ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പുകാലം എന്നത് വെറുമൊരു ആചാരകാലം മാത്രമല്ല, അത് നമ്മുടെ ഹൃദയം പരിശോധിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ദൈവത്തോട് ഇത്രമാത്രം അടുത്താണ് ജീവിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം. നമ്മുടെ ജീവിതം ചിലപ്പോൾ വളരെ തിരക്കുള്ളതാകുന്നു. പഠനം, ജോലി, ഫോൺ, സോഷ്യൽ മീഡിയ ഇതെല്ലാം നമ്മുടെ സമയം പിടിച്ചെടുക്കുന്നു. ഈ തിരക്കിനിടയിൽ ചിലപ്പോൾ ദൈവത്തെ നമ്മൾ മറക്കുന്നു. പക്ഷേ നോമ്പുകാലം നമ്മെ വീണ്ടും ദൈവത്തോട് അടുത്തു വരുവാൻ വിളിക്കുന്ന ഒരു സമയമാണ്. ലോകചരിത്രത്തിൽ ഒരുപാട് സ്നേഹഗാഥകൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിക്കുന്നിലെ ആ മരക്കുരിശിൽ എഴുതപ്പെട്ട സ്നേഹത്തിന്റെ ചരിത്രം പോലെ മറ്റൊന്ന് ഈ ഭൂമിയിലില്ല. ഇന്ന് നാം ചിന്തിക്കുന്നത് ക്രൂശിലെ സ്നേഹത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ പറയുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് സ്നേഹം? ഇന്ന് ലോകം പറയുന്ന സ്നേഹം വെറും വികാരമാണ്. എന്നാൽ ക്രൂശ് കാണിച്ചു തരുന്ന സ്നേഹം ഒരു തീരുമാനമാണ്. ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് വചനം പറയുന്നു. എന്നാൽ ക്രിസ്തു ഒരു പടി കൂടി കടന്ന് തന്നെ വെറുത്തവർക്കും നിന്ദിച്ചവർക്കും വേണ്ടി ജീവൻ നൽകി. കുരിശ് എന്നത് വെറുമൊരു മരകഷ്ണമല്ല, അത് ദൈവത്തിന്റെ നീതിയും കരുണയും സംബന്ധിച്ച ഇടമാണ്. ഒരു വശത്ത് മനുഷ്യന്റെ പാപം, മറുവശത്ത് ദൈവത്തിന്റെ പരിധികളില്ലാത്ത സ്നേഹം. ഈ രണ്ടിന്റെയും ഇടയിലാണ് ക്രിസ്തു തന്റെ കൈകൾ വിടർത്തിപ്പിടിച്ചത്. ആ വിടർത്തിയ കൈകൾ ഇന്ന് നമ്മെ വിളിക്കുന്നു, മകനെ, മകളെ, നിന്റെ പാപം എന്തു തന്നെയായാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ത്യാഗത്തിന്റെ പാഠങ്ങളാണ് ക്രൂശിലെ സ്നേഹം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ പാഠം ത്യാഗമാണ്. ഇന്ന് ലാഭമില്ലാതെ ആരും ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ക്രിസ്തുവിന് കുരിശിൽ എന്ത് ലാഭമാണ് ഉണ്ടായിരുന്നത്? പരിഹാസം, വേദന, മരണം. എന്നിട്ടും അവൻ അത് സ്വീകരിച്ചു. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് തർക്കങ്ങളും വിദ്വേഷങ്ങളും കൂടുവാൻ കാരണം ആരും വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാത്തതാണ്. ക്രൂശിലെ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കുവാൻ പഠിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ശൂന്യനാകാൻ പഠിക്കും. ഈ നോമ്പുകാലത്ത് നാം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: മറ്റൊരാളുടെ സന്തോഷത്തിനായി ഞാൻ എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറാണ്? ക്ഷമയുടെ വലിയ വാതിലിൽ കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ ആദ്യ വാചകം, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. തറച്ച ആണി തറച്ചവരോട്, കുന്തം കുത്തിയവരോട് ക്രിസ്തു ക്ഷമിച്ചു. ക്രൂശിലെ സ്നേഹം ക്ഷമയുടെ സ്നേഹമാണ്. നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ, ആരെങ്കിലും ചെയ്ത തെറ്റ് നാം മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ, നാം ക്രൂശിനെ അപമാനിക്കുകയാണ്. ക്രൂശിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് പക വെച്ചു പുലർത്തുവാൻ കഴിയുകയില്ല. കാരണം നാം എത്ര വലിയ പാപികളായിരുന്നിട്ടും ദൈവം നമ്മോട് ക്ഷമിച്ചു. ആ വലിയ ക്ഷമ അനുഭവിച്ചവർക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ല. ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ക്രൂശിലെ സ്നേഹം നമ്മെ വെറുതെ വിടാനല്ല, മറിച്ച് നമ്മെ മാറ്റാനാണ്. പഴയ സ്വഭാവങ്ങൾ, ദേഷ്യം, അസൂയ, പരദൂഷണം ഇതെല്ലാം ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെടണം. നോമ്പുകാലത്തെ ഉപവാസം എന്നത് വെറും ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് നമ്മുടെ ദുർഗുണങ്ങളെ ഉപേക്ഷിക്കുന്നതാണ്. നമ്മുടെ കണ്ണുകൾ ക്രൂശിലേക്ക് തിരിയുമ്പോൾ ലോകത്തിന്റെ മമതകൾ മങ്ങണം. യേശു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് എന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ,
സാമ്പത്തിക പരാധീനതകൾ, മാനസിക വിഷമങ്ങൾ ഇവയെല്ലാം നമ്മൾ വഹിക്കേണ്ട കുരിശുകളാണ്. ക്രൂശിലെ സ്നേഹം വെറും നിശബ്ദമായിരുന്നില്ല, അത് സംസാരിക്കുന്ന സ്നേഹമായിരുന്നു. ആ സ്നേഹം പെട്ടെന്നുണ്ടായ ഒന്നല്ല, അത് ദൈവം കാലങ്ങളായി ഒരുക്കിയതാണ്. ക്രൂശിലെ സ്നേഹം പള്ളിയിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ടതല്ല, അത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതാണ്. പ്രപഞ്ചത്തിൽ നാഥൻ ഒരു കുരിശിൽ നഗ്നനായി തൂങ്ങാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ അഹങ്കാരത്തിന് എവിടെയാണ് പ്രസക്തി? ഉന്നത സ്ഥാനങ്ങൾ മോഹിക്കാതെ എളിയവരെ സേവിപ്പാൻ ഈ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. ജാതിക്കും മതത്തിനും അതീതമായ സ്നേഹമാണ് കുരിശ്. ക്രിസ്തുവിൻ്റെ മുമ്പിൽ എല്ലാവരും സമമാണ്. ഈ കുരിശുകൾ നമ്മെ തകർക്കാനല്ല, മറിച്ച് ദൈവത്തോട് അടുപ്പിപ്പാനാണ് ശ്രമിക്കുന്നത്. ക്രിസ്തു തൻ്റെ കുരിശു വഹിച്ചത് പരാതി പറയാതെയാണ്. നമ്മളും നമ്മുടെ ജീവിത ഭാരങ്ങൾ ദൈവസ്നേഹത്തിൽ പൊതിഞ്ഞു വയ്പ്പാൻ പഠിക്കണം. കാരണം കുരിശില്ലാതെ കീഴമില്ല, കഷ്ടാനുഭവമില്ലാതെ ഉദ്ധാനവുമില്ല. ക്രൂശിലെ ആ സ്നേഹം നിങ്ങളുടെ വീടുകളിലും ഹൃദയങ്ങളിലും നിറയട്ടെ. ഈ നോമ്പുകാലം കഴിയുമ്പോൾ വെറുമൊരു ചടങ്ങ് കഴിഞ്ഞു എന്നല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കട്ടെ. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. കാൽവറിയിലെ ആ സ്നേഹത്തണലിൽ നമുക്ക് വിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.